നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ അധ്യക്ഷനും ഈ പരിപാടിയുടെ അധ്യക്ഷനുമായ ശ്രീ ഗിരീഷേട്ടൻ, ഈ പരിപാടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ കണ്ണദാസ് ജി, അതുപോലെ തന്നെ ഈ സംഘടനയുടെ മറ്റു ഭാരവാഹികൾ, ഇന്നത്തെ ഈ യാത്രയിൽ പങ്കെടുത്ത മുഴുവൻ പുഴയുടെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നേരത്തെ സംസാരിച്ച മഹത് വ്യക്തികൾ അല്ലെങ്കിൽ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളോട് പുഴയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുവാനോ കൽപ്പാത്തി പുഴയെക്കുറിച്ച് പറയുവാനോ അല്ല, മറിച്ച് പുഴയെ സംരക്ഷിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഞാനടക്കമുള്ള പുഴസ്നേഹികൾക്ക് ഈ വർഷത്തെ ഈ വേനൽക്കാലം പുഴയെ ഇല്ലാതാക്കുന്നതനുസരിച്ചിട്ടുള്ള ഒരു ഉഷ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ പുഴയോരത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ, പുഴയെ നമ്മൾ ദർശിച്ചാൽ, ഈ അഗ്രഹാര നിവാസികളോട് പുഴയെക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ മനസ്സിലാകുന്നത് പുഴ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ പുഴയെ നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങുമ്പോൾ മിക്ക പ്രാസംഗികരും അല്ലെങ്കിൽ കവിത എഴുതുന്നവരും കഥ എഴുതുന്നവരെല്ലാം പറയുന്നത് നാളത്തെ തലമുറക്ക് വേണ്ടി എന്ന് പറയുമെങ്കിൽ അത് നമുക്ക് വലിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. അടുത്ത വർഷത്തെ വെള്ളം വേണമെങ്കിൽ എന്ന് അത് തിരുത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യം, വലിയ ഒരു പഠനം, ഇതിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ജലം, ജലാശയം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അത് വലിയൊരു പഠന വിഷയമാക്കിക്കൊണ്ട് നിരവധി ആൾക്കാർ വളണ്ടറിയായി ഈ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കൽപ്പാത്തി പുഴയോരത്ത് കൽപ്പാത്തി പുഴ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞ 3 വർഷക്കാലയളവിൽ ഒരു സംഘടനാപരമായി ഒരു 5ാമത്തെ സംഘടനയാണ് ഇന്ന് ഇവിടെ ഒരു പരിപാടി നടത്തുന്നത്. ഏകദേശം ഒരു 1000-ഓളം ആൾക്കാർ കഴിഞ്ഞ 3 വർഷത്തിൽ ഈ പുഴയോരങ്ങൾ ശുചീകരണത്തിന് വേണ്ടിയിട്ടോ പഠനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെമിനാർ നടത്തുന്നതിന് വേണ്ടിയിട്ടോ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു ശുഭസൂചകം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ മാനവരാശി എത്രത്തോളം പുഴകളെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ടോ അതിന്റെ 10 മടങ്ങ് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ പ്രവർത്തനത്തെ 3 ഇരട്ടി വേഗത്തിലാക്കാനുള്ള ഒരു സമയമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മഴക്കാലത്തെ നമ്മൾ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് അതിനെ ഒഴുക്കിക്കളയാതെ, ബാഷ്പീകരിച്ചു കളയാതെ ഭൂമിക്കടിയിലേക്ക് എങ്ങനെ നമുക്ക് ഇറക്കാം എന്നുള്ളതാണ് ഇന്ന് നദീ സംരക്ഷകര്, അതേപോലെ തന്നെ പ്രകൃതി സ്നേഹികള്, പുഴ സ്നേഹികൾ എല്ലാം ചിന്തിക്കുന്നത് അതാണ്. പുഴയിലുള്ള വെള്ളമെല്ലാം നമ്മൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഇന്നലെ ഒരു പത്രവാർത്ത കണ്ടത്, ഒരു സ്ഥലത്ത് പുഴയിൽ നിന്നുള്ള കുടിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പുഴ വെള്ളം കുറവായതുകൊണ്ട് പുഴയിൽ ചാല് കയറി ആ കുടിവെള്ള പദ്ധതിയുടെ ഭാഗത്തിലേക്ക് വെള്ളം ഊറ്റിക്കൊണ്ടുപോവുകയാണ്. അപ്പൊ പുഴയിലേക്ക് വെള്ളം എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച്, മഴ വന്നാൽ നേരിട്ട് പെയ്തിറങ്ങുന്ന വെള്ളമല്ലാതെ മറ്റു പോംവഴികളില്ല. കാരണം ഭൂമിക്കടിയിലുള്ള ഭൂഗർഭത്തിലുള്ള വെള്ളം മുഴുവൻ കുഴൽക്കിണർ എന്നുപോലെ മറ്റു പല മാർഗങ്ങളിലൂടെ ഇന്ന് ചൂഷണം ചെയ്യപ്പെടുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനനുസരിച്ച് അതേ തോതിൽ അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി തോതിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള ജലാശയങ്ങളും ജലസ്രോതസ്സുകളും ഇന്ന് വെറ്റി വരളുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന മറ്റൊരു ജലസ്രോതസ് എന്ന് പറയുന്നത് പ്രകൃതി തന്ന ഭൂഗർഭ ജല വിധാനം ശരിയാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിനെയും നമ്മൾ ചൂഷണം ചെയ്തു കൊണ്ടുപോയാൽ അടുത്ത വർഷത്തെ വെള്ളം ഇന്ന് മലമ്പുഴ ഡാമിൽ പോയി നോക്കിയാൽ നമുക്കറിയാം. അപ്പൊ ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്ന
വർഷകാലത്തെ നമ്മൾ കണ്ടുകൊണ്ട് ഭൂമിക്കടിയിലേക്ക് വെള്ളത്തെ എങ്ങനെ തുറന്നു വിടാം എന്നുള്ള പഠനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. അത്തരം യോഗങ്ങളിൽ നിങ്ങളെ ജില്ലാ പ്രസിഡന്റിനെയും ക്ഷണിച്ചിട്ടുണ്ട്. മെയ് മാസം 26-ാം തീയതി ഷൊർണൂറിൽ വെച്ച് ജലസമ്മിറ്റ് എന്ന രീതിയിൽ, വാട്ടർ സബ്മിറ്റ് എന്നുള്ള രീതിയിൽ വലിയൊരു പരിപാടി നടക്കുകയാണ്. നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്ത് വിജയിച്ചിട്ടുള്ള ആൾക്കാർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് മാതൃകാപരമായി എടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ സംഘാടകരായിട്ടുള്ള ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ബഹുമാനപ്പെട്ട മെട്രോമാൻ ശ്രീധരൻ സാറുടെ നേതൃത്വം